ഹലോ, നമസ്കാരമുണ്ട്. 2-3 ദിവസമായിട്ട് നമ്മളെ രാഹുൽ ഗാന്ധിൻ്റെ ഒന്ന് രണ്ട് ലൈവ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ ആൾക്കാർ ട്രോൾ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അതായത് ആ ഇൻ്റർവ്യൂവിന്, അതായത് രാഹുൽ ഗാന്ധിയും നമ്മളെ രഘുരാം രാജനും കൂടിയിട്ടുള്ള ഒരു സംസാരം, അതേമാതിരി അഭിജിത്ത് ബാനർജി ആയിട്ടുള്ള സംസാരം. അപ്പം ഈ സംസാരങ്ങളെയൊക്കെ ഒരു ഒരു ഭയങ്കര ട്രോളാണ്. അതായത് എനിക്കറിഞ്ഞൂടാ, ഞാനിത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ട്രോളുകളൊക്കെ ധാരാളം ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ കേട്ട്. എനിക്ക് തോന്നുന്നു വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ രണ്ടും കേട്ടിട്ടില്ല. അഭിജിത്ത് ബാനർജി ആയിട്ടുള്ള കേട്ടിട്ടില്ല. ഞാൻ രഘുരാം രാജ് ആയിട്ടുള്ള കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ രഘുരാം രാജൻ കൊടുക്കുന്ന ആൻസേഴ്സൊക്കെ ഏതൊരു ഇന്ത്യക്കാരനും ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനത്തെ ഒരു എഫേർട്ടിനെ ട്രോൾ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാവുമോ, കോൺഗ്രസിൻ്റെ നേതാവാവുമോ, രാഹുൽ ഗാന്ധി അല്ലേ നല്ലേ എന്നുള്ള സാധാരണ കോൺഗ്രസ്സുകാരുടെ ചോദ്യത്തിനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല, അതിന് ഉത്തരവില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ രഘുരാം രാജായിട്ടോ അല്ലെങ്കിൽ അഭിജിത്ത് ബാനർജി ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ സംസാരിക്കുകയും അത് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആവുകയും ചെയ്യുന്നത് തന്നെ മൂപ്പര് രാഷ്ട്രീയത്തിൽ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇതിപ്പം അത് കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള സംഭവമാണ്. അതായത് മൂപ്പര് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും തലപ്പത്ത് നിന്നുകൊണ്ട് റെലവൻ്റ് ആവണോ, പ്രസക്തമാവണോ, അതോ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രസക്തമാവണോ. മൂപ്പർക്ക് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായി പ്രസക്തമാവാമെന്ന് വിചാരിക്കുമ്പോൾ അത് സമ്മതിക്കാത്ത രീതിയിലാണ് ചില കോൺഗ്രസ്സുകാരുടെ കളി. പിന്നെ ഭയങ്കര ഒരു വ്യത്യാസം കാണുന്നുണ്ട് കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാരുടെ കളിയും. അപ്പോൾ ഞാനിത് വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട വീഡിയോ ആണ് അത്. ഓൽക്ക് ചിലപ്പോൾ ഇവിടുത്തെ ഒച്ചയും വിളിയും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയം കിട്ടുന്നുണ്ടാവില്ല ചില നേതാക്കൾക്ക്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവരിത് കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിരുന്ന് വിശദമായിട്ട് കേട്ട് അതിൽ കുറേ ചോദ്യങ്ങൾ നമ്മളെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, രഘുരാം രാജൻ ആൻസർ ചെയ്യുന്നുണ്ട്. അത് ഞാനൊന്ന് മലയാളത്തിൽ എനിക്കറിയാത്ത രീതിയിൽ നിങ്ങളുടെ അടുത്തുനിന്ന് പറഞ്ഞതാക്കാൻ വിചാരിച്ചില്ല. കാരണം അത് പലരും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കണ്ടിട്ടൊന്നല്ല ആൾക്കാർ ട്രോളും പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ഈ ട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കാണുന്ന ചില ട്രോളുകളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ് ഡ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ഒരാളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബനിയൻ്റെ വള്ളി കാണുന്നുണ്ട് കേട്ടോ, പിന്നെ എന്തൊരു ഇങ്ങനെയുള്ള ഷർട്ടും പാൻറ്റും ഇട്ടിട്ടാണോ വരിക എന്നൊക്കെയുള്ള രീതിയിൽ, ആ രീതിയിലുള്ള ട്രോൾ. അതായത് സംസാരിക്കുന്ന കാര്യമോ അവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളോ ഒന്നും വിഷയമല്ലാത്ത രീതിയിലുള്ള ട്രോളുകളാണ്. അതായത് ഒന്നിനും കൊള്ളാത്ത ട്രോളുകൾ. ട്രോളിന് തന്നെ ഒരു മാന്യത ഉണ്ടാവില്ല, അതന്നെ അല്ലാത്ത. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളുടെ ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ, കാരണം ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. രഘുരാം രാജു മൂപ്പരുടെ ചില ഒപ്പീനിയൻസ് പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും നമുക്കൊന്ന് നോക്കാം, ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിച്ച്, ഹൗ ഷുഡ് ബി ഓപ്പൺ അപ്പ്? എങ്ങനെ നമ്മൾ റീഓപ്പൺ ചെയ്യണം? കാരണം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ റീഓപ്പൺ ചെയ്യണം, അതിൻ്റെ ക്രിട്ടിക്കൽ സംഭവങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇത് സീക്വൻസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പം രഘുരാം രാജൻ പറഞ്ഞത് ഇത് റീഓപ്പൺ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഇപ്പം ഏറ്റവും ആവശ്യമുള്ള സാധനം ആൾക്കാരെ ലൈവായിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെ ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാണ്ട് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് എങ്ങനെ വർക്ക് പ്ലേസിലാവാമെന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ടു ആൻഡ് ഫ്രോ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാനേജ് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഒരു രണ്ടാമത്തെ സെക്കൻഡ് ലോക്ക്ഡൗൺ ഉണ്ടാവരുത് എന്നുള്ളത് നോക്കേണ്ടത് ആവശ്യമാണ്. കാരണം സെക്കൻഡ് ലോക്ക്ഡൗൺ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ റീഓപ്പൺ ചെയ്യുന്നത് സെക്കൻഡ് ലോക്ക്ഡൗൺ ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കണം റീഓപ്പണിങ്ങിൻ്റെ മെഷേർഡ് റീഓപ്പണിങ് ആവശ്യമുള്ളത്. ഇതിൽ എനിക്ക് ഒരു വായിച്ച ഓർമ്മയുള്ളൊരു സംഭവം, 1918 സ്പാനിഷ് ഫ്ലൂ ഉണ്ടാവുന്ന സമയത്ത് അമേരിക്കയിൽ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു സെയിൻറ്റ് ലൂയിസ്. അപ്പോൾ സെയിൻറ്റ് ലൂയിസിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്തത് കൊണ്ട് അവരുടെ ഇമ്പാക്റ്റ് ബാക്കിയുള്ള സാൻ ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക് മാതിരി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക്
അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വേവ് വന്നപ്പം ആദ്യത്തെ വേവിലല്ല ആൾക്കാർ അധികം മരിച്ചത് 1918. ആ സെക്കൻഡ് വേവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നത്. അപ്പോൾ സെക്കൻഡ് വേവ് വരിക എന്നോ അല്ലെങ്കിൽ രണ്ടാമത് അങ്ങനെ ഒരു അടി ഉണ്ടാവുക വീണ്ടും ലോക്ക്ഡൗൺ ചെയ്യേണ്ടി വരിക എന്നുള്ള സിറ്റുവേഷൻ വരാത്ത രീതിയിൽ വേണം നമ്മൾ റീഓപ്പൺ ചെയ്യാൻ എന്നുള്ളതാണ് രഘുറാം രാജൻ്റെ ഒപ്പീനിയൻ. ഐ തിങ്ക് ഇറ്റ്സ് വെരി വാലിഡ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, ചോദിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ അതാണ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. രണ്ടാമത് മൂപ്പര് ചോദിച്ചൊരു ചോദ്യം, ഇപ്പോൾ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റിംഗ് എന്നുള്ളതല്ലേ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ അത്ര ഫാസ്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇന്ത്യയിൽ പല സ്ഥലത്തുനിന്നുള്ളത്. അത് അക്കോർഡിംഗ് ടു രഘുറാം രാജൻ ദാറ്റ് ഈസ് കറക്റ്റ്. ഇപ്പോൾ US മൂപ്പര് പറയണത് 1,50,000 150K ടെസ്റ്റിംഗ് പെർ ഡേ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് റാമ്പ് അപ്പ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് 150K പോരാ, അതിൻ്റെ 3 ഇരട്ടി, അതായത് 500K 500,000 ടെസ്റ്റ് എ ഡേ വേണം. എന്നാലേ നമ്മൾ റീഓപ്പണിങ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ എത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ഇപ്പം ഇന്ത്യൻ ഒരു കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അവിടെ 500,000 അമേരിക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ ഏതാണ്ട് 2 മില്യൺ, 4 ഇരട്ടി. അപ്പോൾ 2 മില്യൺ 3 ഇരട്ടി അല്ല 4 ഇരട്ടി 2 മില്യൺ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതിന് തുല്യമാണ്. അപ്പം 2 മില്യൺ ടെസ്റ്റൊക്കെ ഒരു ദിവസം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, ആൾക്കാർ, ഇങ്ങനത്തെ കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ കേരളത്തിൽ ഒരു കാര്യമേ ഉള്ളൂ, കേരളത്തിലല്ല ഇന്ത്യയിലൊരു കാര്യമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇപ്പം ഒരു ഫാർമസിസ്റ്റിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, ഡോക്ടർ തന്നെ ടെസ്റ്റ് ചെയ്യണോ, അതിനുവേണ്ടി എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളിലുള്ള ഭയങ്കര കൺഫ്യൂഷനൊക്കെ അമേരിക്കയിലുണ്ട്. നാട്ടിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെ റൂൾസും കാര്യങ്ങളും ചിലപ്പോൾ ഫാസ്റ്റായിട്ട് നാട്ടിൽ നടത്താൻ പറ്റും. പക്ഷെ എന്നാലും 2 മില്യൺ ടെസ്റ്റ് ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് 0 കേസസിൽ റീഓപ്പൺ ചെയ്യാന്നോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഇവർ പറയുന്ന ഒരു സംഭവം മാസ് ടെസ്റ്റിംഗ്, അതായത് 1000 പേരെ സാമ്പിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് ആവുന്ന ആൾക്കാരെ അനലൈസ് ചെയ്തിട്ട് ആ രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ഒരു ബേർഡൻ കുറച്ചുകൊണ്ട് നമുക്ക് ഈ ടെസ്റ്റിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുന്നുണ്ട്. അത് ഞാൻ അപ്പോൾ ആലോചിച്ചത്, ഞാൻ റീസെൻ്റ്ലി അമേരിക്കയിൽ ഞാൻ ഇവിടെ ഒരു കാര്യം വായിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു എല്ലാവരും ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ആരൊക്കെ പോസിറ്റീവ് ആണെന്നുള്ള അറിയുന്നില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പ്രശ്നമില്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടാവും, അവർക്ക് പ്രശ്നമുണ്ട്, ഒന്നും സിംറ്റംസ് ഒന്നും കാണുന്നില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് വഴി നമുക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ എക്കണോമിക്സ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഓരോരോ മെത്തേഡ്, അതായത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്ത്, ആ ടെസ്റ്റുകൾ എടുത്തിട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ അനാലിസിസ് മാതിരി എത്ര പേര് പോസിറ്റീവ് ആയിരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്നുള്ളത് ചില പ്രോബിലിറ്റി വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ടെസ്റ്റ് ചെയ്യുക, പോസിറ്റീവ് അറിയുക, നെഗറ്റീവ് ആണോ എന്നറിയുക എന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതൊരു ലാർജ് സ്കെയിലിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സംഭവമായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം അത് ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് കുറേ ചിന്തകൾ പോവുക അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ടു അണ്ടർസ്റ്റാൻഡ്. വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടു ആൻഡ് ഫ്രോ കോൺവെർസേഷൻ. പിന്നെ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, അതായത് ഈ 2 ഇമ്പാക്ട്സ് ഉണ്ട്, അതായത് വൈറസിന് ഇമ്പാക്ട് ഓഫ് വൈറസ് ഉണ്ട്, ഇമ്പാക്ട് ഓഫ് എക്കോണമി ഉണ്ട്. അപ്പോൾ ഈ 2 ഇമ്പാക്റ്റും കൂടി ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇവരൊരു പ്രയോറിറ്റൈസേഷൻ വളരെ ആവശ്യമുള്ള സാധനമാണ്, ഏതാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രയോറിറ്റി ആയി കിടക്കുന്ന ഒരു സംഭവം ആൾക്കാരെ ലൈവ് ആവുക എന്നുള്ളത്, മരിക്കാതിരിക്കുക എന്നുള്ളത്, അതാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രയോറിറ്റി. അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ ജോലിയില്ലാതെ, ഭക്ഷണമില്ലാതെ, അങ്ങനെയും ഒരു പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ആൾക്കാരുടെ അടുത്തേക്ക് ഫുഡ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ വേണം. പിന്നെ അത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ ഇത് പാൻഡമിക് ടൈമിൽ ഉണ്ടാകുന്നൊരു ഇഷ്യൂ ഒരു വളരെ അൺപ്രസിഡൻ്റ് ആയിട്ട് ഇഷ്യൂ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അറിയുന്ന പല നോർമലായിട്ടുള്ള കാര്യങ്ങളും പൊളിച്ചെഴുതി യു ഷുഡ് ബ്രേക്ക് ദ നോംസ് ആൻഡ് ഫൈൻഡ്
different ways and creative ways to actually prioritize and make sure that രണ്ടും പോക്കെ. അപ്പം ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് മാത്രം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഇമ്പാക്റ്റ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം തന്നെ ഇതായിരുന്നു, അതായത് ആദ്യം വൈറസിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് 4 മാസം കഴിഞ്ഞിട്ട് എക്കോണമിയുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളത്. പക്ഷേ ഐ തിങ്ക് രഘുറാം രാജൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇറ്റ് ഹാസ് ടു ബി പാരലലി, യു ഹാവ് ടു പ്രയോറിറ്റൈസ് ഏത് സാധനങ്ങളാണെന്നുള്ളത് രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ളതാണ്. ഇത് ഈ അഗ്രികൾച്ചറൽ സെക്ടറിനെയും അതേപോലെ മൈഗ്രൻ്റ് ലേബേഴ്സിനെയൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം രഘുറാം രാജൻ പറയുന്ന ഒരു കാര്യം, ഈ ആൾക്കാർക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമുകൾ, അതായത് വിഡോ പെൻഷൻ, മൻരേഗ എന്നൊക്കെ പറഞ്ഞുള്ള സ്കീമുകൾ, അതുവഴി ഡിസ്ബേഴ്സ് ചെയ്യുന്നത്, അത് ബെനിഫിറ്റ്സ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റണം. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് അത് നോക്കണം. കാരണം ആൾക്കാർക്ക് ജോലി ഇല്ല, വരുമാന മാർഗം ഇല്ല, ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഫോഴ്സ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അങ്ങോട്ട് ഫുഡ് എത്തിക്കുക, എന്താ പറയുക, പൈസ എത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഹെൽപ്പും ഓൺ ദാറ്റ് ലെവൽ അവരുടെ അടുത്തേക്ക് എക്സിസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴിയോ അല്ലെങ്കിൽ നമുക്ക് നവീനമായിട്ട് വല്ലതും കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ എക്സിസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ചിലപ്പം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ യു ഷുഡ് ഫൈൻഡ് എ ബെറ്റർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇപ്പം പോലീസുകാരുടെ കേരളത്തിലൊക്കെ ഇപ്പം പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നോക്കിയത്. അപ്പോൾ ഓരോരുത്തരും നവീനമായ വഴികളിലൂടെ എക്സിസ്റ്റിംഗ് ഇൻ മെനി വേസ് വോളണ്ടറി വർക്ക്, കണ്ടമാനം ആൾക്കാർ ചിലപ്പം ഇന്ത്യയിൽ വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. കിത്തന പൈസ ലഗേകാന്ന് വെച്ച്, എത്ര പൈസയാവും ഇതൊക്കെ കൂടി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാന്നുള്ളത്. അപ്പോൾ രഘുറാം രാജൻ പറഞ്ഞ നമ്പർ 65,000 കോടിയാണ്. അപ്പോൾ 65,000 കോടി എന്ന് പറയുമ്പോൾ വലിയ, പക്ഷെ മുപ്പരുടെ 200 ലക്ഷം കോടി GDP ഉള്ളപ്പോൾ 65,000 കോടി എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് അല്ല. പാവപ്പെട്ടവരുടെ ജീവന്റെ കാര്യമാണ്, പാവപ്പെട്ടവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൈസ കണ്ടെത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് അയ്യോ അത് വലിയ പൈസയാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലല്ല ഒരു സംസ്ഥാനമോ ഒരു കേന്ദ്രമോ ഒന്നും നിൽക്കേണ്ടത്. പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല, പൈസ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ പുവർ പീപ്പിൾ ഹാവ് എ റൈറ്റ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരെയും ബാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ചില ആൾക്കാർ മാത്രം രക്ഷപ്പെടുക എന്നുള്ള രീതിയിലല്ലല്ലോ അതിനെ കാണേണ്ടത്. വിൽ ഇന്ത്യ ഹാവ് സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ്? അതായത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമോ, സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമോ ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തിന് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രഘുറാം രാജൻ പറഞ്ഞ രസകരമായൊരു സംഭവം, ഉപരി പറഞ്ഞ് ആർക്കും പോസിറ്റീവായൊരു സാധനം ഇങ്ങനത്തെ വളരെ റെയറായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ പോസിറ്റീവായൊരു സംഭവം ഉണ്ടാവാം. പക്ഷേ ഇന്ത്യ ഒരു വാറിങ് കൺട്രി അല്ല. അതായത് വേറൊരു രാജ്യത്തിനോട് ഭയങ്കര പ്രശ്നങ്ങളുള്ള, പാകിസ്ഥാനായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ള അല്ലാണ്ട് ഗ്ലോബൽ എക്കോണമിയിൽ വേറൊരു വലിയ രാജ്യമായിട്ട് ട്രേഡിലോ അല്ലെങ്കിലോ ഒക്കെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു രാജ്യമല്ല. പക്ഷെ എന്നാൽ ചെറിയ രാജ്യമല്ല. അപ്പോൾ ശബ്ദത്തിന് അല്ലെ പറയുന്ന കാര്യത്തിന് വില കൊടുക്കാൻ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തയ്യാറായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡയലോഗിന് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ, ആ ഡയലോഗിലേക്ക് എത്തിക്കാൻ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതിന് ഇന്ത്യക്ക് നല്ലൊരു റോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. കാരണം ഈ ഗ്ലോബൽ എക്കോണമിയുടെ ഒരു സ്ട്രക്ചർ തന്നെ റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്ന പറയുന്നത് ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു മൾട്ടി പോളാർ ഗ്ലോബൽ സ്ട്രക്ചർ, ഗ്ലോബൽ എക്കോണമി സ്ട്രക്ചർ, അതായത് ബൈപ്പോളർ അല്ലാണ്ട്, അതായത് ബൈപ്പോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആൾക്കാർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി കേന്ദ്രീകരിച്ചിട്ട് ഉള്ള ഡയലോഗ് വരച്ചതിന് ശേഷം പല സ്ഥലത്തു നിന്നുള്ള ഒരു മൾട്ടി പോളാർ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ എക്കണോമിക് കോൺസെപ്റ്റിലേക്ക് ചർച്ചകൾ മാറാൻ, ആ ഒരു ഡയലോഗിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമായിട്ടും പ്രശ്നമില്ലാത്ത ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തിന് ആ ഡയലോഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു പോസിബിലിറ്റി, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് രഘുറാം രാജൻ കാണുന്നത്. അത് ആലോചിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരുമായിട്ടും വലിയ പ്രശ്നമില്ല എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡയലോഗ് ലീഡ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റുന്നൊരു സാഹചര്യമായിരിക്കും.
സെൻട്രലൈസേഷൻ. അപ്പം രാഹുൽ ഗാന്ധി ചോദിക്കും ക്രൈസിസ് ഉണ്ടോ, ഒരു സെൻട്രലൈസേഷൻ എന്നുള്ളൊരു ക്രൈസിസ് ഉണ്ടോ നമുക്ക് എന്നുള്ളത്. അപ്പം രഘുറാം രാജൻ അല്ലെങ്കിലും ഡീസെൻട്രലൈസേഷൻ്റെ ഒരു വക്താവാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഡീസെൻട്രലൈസേഷൻ ആണ് ആവശ്യം. കാരണം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിലാവരുത്. കാരണം വി ഷുഡ് ബി ലുക്കിംഗ് അറ്റ് ഡീസെൻട്രലൈസേഷൻ. കാരണം പവർ ലോവർ ലെവലിൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ കൊടുത്താൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. എന്നിട്ട് മൂപ്പര് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അതായത് ഇപ്പോൾ രാജീവ് ഗാന്ധിയൊക്കെ വളരെ പഞ്ചായത്തി രാജ് എന്നുള്ള സാധനം അതുകൊണ്ടുള്ള മെച്ചം ദോഷമാണോ ഗുണമാണോ എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്ന് വെച്ചിട്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറയും അത് ഉണ്ട്, ഐ മീൻ അത് ബെനിഫിഷ്യൽ ആയിരുന്നു, പക്ഷെ ഇപ്പം അതൊരു റിട്രീറ്റിലാണെന്ന്, പിന്നിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ഇവർ പറയണമെന്ന് വെച്ചാൽ ഈ സദേൺ സ്റ്റേറ്റ്സിൽ സ്വാഭാവികമായിട്ടും മെച്ചങ്ങൾ കാണുന്നുണ്ട്, നോർത്തേൺ സ്റ്റേറ്റ്സിൽ കാണുന്നില്ല. അതായത് നോർത്തേൺ സ്റ്റേറ്റ്സ് വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയി വർക്ക് ചെയ്യുന്ന സദേൺ സ്റ്റേറ്റ്സ് മച്ച് ബെറ്റർ ആണ് എന്നുള്ളതാണ്. ആ ഒരു ഡീസെൻട്രലൈസേഷൻ പോയിന്റ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഭവമാണ്. അത് പലപ്പോഴും നമ്മളെ നാട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടുന്ന രാഷ്ട്രീയക്കാർ മനസ്സിലാക്കാത്ത, പ്രത്യേകിച്ച് LDF ഉം UDF ഉം മനസ്സിലാക്കാത്ത. കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത്, കാരണം ഓൾക്ക് സെൻട്രലൈസ്ഡ് സാധനം വേണം, എല്ലാം അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അവിടുന്ന് സെൻറ്ററിൽ നിന്ന് വരണം എന്നുള്ളതാണ് ഈ ചപ്പാത്തി തിന്നുന്ന ചില ആൾക്കാരുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ LDFൻ്റെയും UDFൻ്റെയും സ്ഥിതിയിൽ ഇതാണ്. അപ്പം ആ ഒരു സെൻട്രലൈസേഷൻ, കൺട്രോൾഡ് ഗവേണൻസ് എന്നുള്ളതും ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതും ഡിസിഷൻ മേക്കിംഗ് അറ്റ് എ സ്റ്റേറ്റ് ലെവൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ആക്ച്വലി ഇൻ ഗ്രോത്ത്. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ആ ഒരു കോൺവെർസേഷനിൽ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അടുത്ത രാഹുൽ ഗാന്ധി ചോദിച്ചു, ഈ സെൻട്രലൈസേഷൻ എന്നുള്ളത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണോ, ആഗോള ലെവലിലുള്ളതാണോ, അതോ ചില സ്ഥലത്ത് മാത്രമാണോ എന്നുള്ളത്. അപ്പോൾ അത് രഘുറാം രാജൻ്റെ പോയിന്റിൽ അത് ഒരു ഗ്ലോബൽ ലെവലിലുള്ള തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാർക്കറ്റ്സ് ഗ്ലോബലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു യൂണിഫോമിറ്റി, ഒരു യൂണിഫോം സ്ട്രക്ചർ, ഒരു സെറ്റപ്പ് എല്ലാ സ്ഥലത്തും രാജ്യങ്ങളിൽ അവർക്ക് എല്ലാ സ്ഥലത്തും ഗ്ലോബലൈസ് ചെയ്യല്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും മാർക്കറ്റ്സിന് അതിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഫേംസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, നേഷൻസും ഗവൺമെൻറ്സും ഒക്കെ. ഈ യൂണിഫോമിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് പവർ നഷ്ടപ്പെടുന്നത് ആർക്കാ? പവർ നഷ്ടപ്പെടുന്നത് ഈ പവർലെസ് ആയിട്ടുള്ള, ഓൾറെഡി പവർലെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പല ലെവലിലുള്ള ഡീസെൻട്രലൈസേഷന് എതിരെയാണ് അത് വർക്ക് ചെയ്യുക. ആ സെൻട്രലൈസ്ഡ് സംഭവമാണ് മാർക്കറ്റ്സിന് പലപ്പോഴും യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സൗകര്യമായി വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ, അതായത് അപ്പോൾ ഒരു ഗ്ലോബൽ പ്രോബ്ലം തന്നെയാണത് വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്. ഈ അതോറിറ്റേറിയൻ മോഡൽ എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. മൂപ്പര് പറയുമ്പോൾ ദർ ഇസ് എ ന്യൂ മോഡൽ എന്നാണ് പറയുന്നത്. ന്യൂ മോഡൽ അല്ല അതോറിറ്റേറിയൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു അതോറിറ്റേറിയൻ മോഡൽ, അപ്പോൾ അത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് വാട്ട് രഘുറാം രാജൻ പറയണം. മൂപ്പര് പറഞ്ഞു വളരെ പവർലെസ് ആയ ആൾക്കാർ, കാരണം തീരെ ശക്തിയില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു അതോറിറ്റേറിയൻ മോഡൽ വളരെ അപ്പീലിംഗ് ആയി തോന്നുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം സൊസൈറ്റിയിൽ വരുത്താൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. വി ഓൾസോ ഹാവ് എ ഹോൾഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് എന്ന് തോന്നാത്ത ആൾക്കാർക്ക് ഈ അതോറിറ്റേറിയൻ മോഡൽ ഭയങ്കര ഇഷ്ടപ്പെടും. അവർ വിചാരിക്കും, അങ്ങനെ അതോറിറ്റി ആയിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉഷാറാണ് എന്ന്. കാരണം നമ്മളെ കൊണ്ട് അല്ലേ തന്നെ നമുക്ക് കഴിവില്ല. പിന്നെ അപ്പോൾ കഴിവുള്ള ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ടായി, അല്ലെങ്കിൽ കഴിവുള്ളൊരു സിസ്റ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പണിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ചേഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹവും ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ധാരണ ഉള്ളവർക്ക് ഇത് അതോറിറ്റേറിയൻ മോഡലിനോട് പ്രശ്നം ഉണ്ടാകും. അല്ലാത്തവർക്ക് അതൊരു അപ്പീലിംഗ് ആയി കാണുന്നുള്ളതാണ്. അത് വളരെ രസകരമായ സാധനമാണ്. ഒരിക്കലും നമ്മൾ ആലോചിച്ചില്ല എന്തുകൊണ്ട് പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റ്സ്, അതോറിറ്റേറിയൻ മോഡൽസ് വളരെ പോപ്പുലർ ആവുന്നു എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെ വിചാരം
വോട്ട് ചെയ്ത് പിന്നെന്ത് വോട്ട് ചെയ്യാന്നുള്ളതന്നെ നമുക്ക് വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള ശക്തിയുണ്ടോ, പവറുണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുകളിൽ അവിടെ കിടക്കും. അത് ആൻഡ് അതോറിറ്റേറിയൻ റൂൾ. അപ്പോൾ ഇവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നാളെ നിങ്ങളും ചിലപ്പോൾ പവറിൽ വന്നു നിന്നിരിക്കും. അപ്പോൾ നിങ്ങളും ആലോചിക്കേണ്ട സംഭവം തന്നെയാണ് ഈ അതോറിറ്റേറിയൻ മോഡൽ എന്നുള്ളത്. അത് ചിലപ്പോൾ മൂപ്പർ പറയാണ്ട് പറഞ്ഞായിരിക്കും. അതോറിറ്റേറിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെയും വന്നൊന്നല്ലാതെ ഉണ്ടായിരുന്നു. അത് കുറേ ഗവൺമെൻറ്റ്സും കാലാകാലമായി ഉപയോഗിച്ച് പോകുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഈ അതോറിറ്റേറിയൻ മോഡൽ എന്നുള്ളത്. അത് എപ്പോഴും പവർലെസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പീലിംഗ് ആയി തോന്നുന്നതാണ്. ഹാസ് സംതിങ് ഗോൺ റോങ് വിത്ത് ദ മാർക്കറ്റ്സ്, രാഹുൽ ഗാന്ധി ചോദിക്കാൻ. അപ്പോൾ രഘുറാം രാജൻ പറയും, ഒന്ന് ഭയങ്കര ഇന്നിക്വാലിറ്റി ഓഫ് വെൽത്ത് ഉണ്ടായിട്ടുണ്ട് ഡെവലപ്ഡ് കൺട്രീസിലും ഒക്കെ. ഈ ഇന്നിക്വാലിറ്റി ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ ആൾക്കാർ അങ്ങോട്ട് കൺസിഡർ ചെയ്യാതെ, മാർക്കറ്റ്സ് ഹാവ് സ്റ്റോപ്പ് കൺസിഡറിങ് അബൌട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി എന്നുള്ള സിറ്റുവേഷനാണ്. അതായത് അപ്പം ഈ ഒരു സ്ഥിതിയിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഔട്ട്കമ്മിന് പകരം ഓപ്പർച്യൂണിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആൾക്കാർക്ക് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കുക എന്നുള്ളതല്ല, സാധ്യതകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എങ്ങനെയാണ് ഒരു എക്കോണമിയിൽ, ഒരു സിസ്റ്റത്തിൽ സാധ്യതകൾ നമുക്ക് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറണം. അല്ലെങ്കിൽ ഈ ഇന്നിക്വാലിറ്റി, എക്സിസ്റ്റിംഗ് ഇന്നിക്വാലിറ്റി, ആൻഡ് കറൻ്റ്ലി ആ ഇന്നിക്വാലിറ്റി മാർക്കറ്റ്സ് ഹവ് ക്രിയേറ്റഡ് സച്ച് എ ഹ്യൂജ് റേഞ്ച് ഓഫ് ഇന്നിക്വാലിറ്റി which is where the problem arises. Infrastructure unites people, അല്ലെ brings people together എന്നുള്ള രഘുറാം രാജൻ മൂപ്പരുടെ ഒരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഡിവിഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹേറ്റ്രഡ്, വിഭജനത്തിൻ്റെയും എന്താ പറയുക, ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ ഹേറ്റ്രഡിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടല്ലോ, അതെന്താ ചെയ്യാന്നുള്ളത്. അത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം എങ്ങോട്ടായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതൊന്നും പ്രസക്തമല്ലാതെ തന്നെ അത് രഘുറാം രാജനെ സംബന്ധിച്ചിടത്തോളം അത് അപ്രസക്തമാണ് എന്നാണ്. അപ്പം മൂപ്പർ പറയുന്നത് സോഷ്യൽ ഹാർമണി ഈസ് പബ്ലിക് ഗുഡ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമയത്തൊക്കെ ഒരു സോഷ്യൽ ഹാർമണി വേണം. ദ ഹൗസ് ഷുഡ് നോട്ട് ബി ഡിവൈഡഡ്. അതായത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും ചില ആൾക്കാരുടെ ട്രോൾ പ്രവൃത്തിയോട് ഭയങ്കര എതിർപ്പ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് ഒരു ഗുണവും പറയാണ്ട് ദോഷവും പ്രശ്നങ്ങളും മാത്രം കണ്ടെത്തുന്ന ആൾക്കാർ, അവരുടെ രാഷ്ട്രീയം എന്തായാലും, രാഷ്ട്രീയം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും, നിഷ്പക്ഷനായാലും എന്ത് രീതിയായാലും മഹാമോശമാണത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, എല്ലാം ഈ ഡിവിഷൻ ഉണ്ടാക്കുക ആൾക്കാരുടെ ഇടയിൽ. ഈ ഹൗസ്, അതായത് വീട്, നമ്മളൊരു ഫാമിലിയിൽ കാര്യം മുന്നോട്ട് ചെയ്യണം, നമ്മളെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ആരാണ് ഏതാണെന്നുള്ളത് തല്ലൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? വളരെ എവിഡൻ്റ് ആയിട്ട് സാധനം. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ ആൾക്കാർ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചില ആൾക്കാരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കണം. ഇത് പ്രശ്നം തുടങ്ങിയ കാലം തൊട്ട് അവർ എന്താണ് സംസാരിച്ചിരുന്നത്. ഗുണമായിട്ടൊന്നുമില്ല, ദോഷത്തിൻ്റെ മുകളിൽ ദോഷങ്ങളായിട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ ഈ ലോകത്ത് എന്നുള്ളതാണ്. അവർക്ക് നല്ല ഒന്നും കാണുന്നില്ല. ഇപ്പം ഈ ഒരു കോൺവെർസേഷനിൽ തന്നെ അവർക്ക് അതിൻ്റെ കോൺവെർസേഷൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണാൻ പറ്റുന്നില്ല. അവർക്ക് അതിനെ മോശമാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി രഘുറാം രാജനും കൂടി സംസാരിച്ചതിനെ പറ്റിയിട്ട് അതിലെന്താ സംസാരിച്ചത്, വാട്ട് വാസ് ഡിസ്കസ്ഡ് എന്നുള്ളതിന് പകരം അതിനെ ട്രോൾ ചെയ്യാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പം മാനസികാവസ്ഥ നോക്കുക ആൾക്കാരുടെ. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് വളരെ കഷ്ടമായിട്ട് സ്ഥിതി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ആ ഒരു നിരന്തരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യം, അതായത് 20 മുതൽ 30 വർഷം മുമ്പ് വരെയുള്ള കേസിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കണം പുതിയ വിഷൻ എന്ന്. അതെന്തായിരിക്കണം പുതിയ വിഷൻ, എന്തായിരിക്കണം അതിൻ്റെ എലമെൻറ്റ്സ് എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പം ദ ആൻസർ വാസ് കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യണം. ആ കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുന്നത്
ഇപ്പം രഘുറാം രാജൻ പറയാറുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഈ 3 കാര്യം വെച്ചിട്ട് കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുന്ന വഴി ജോലി ക്രിയേറ്റ് ചെയ്യണം, ജോബ്സ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ വെറും ജോബ്സ് ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലും ജോലി ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, വളരെ നല്ല ജോലി ക്രിയേറ്റ് ചെയ്യണം. അതായത് ആൾക്കാർക്ക് ധാരാളം ജോലി അവൈലബിൾ ആവണം. ഗവൺമെൻറ് ജോലിയുമുണ്ട്, ഈ ജോലി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി എടുക്കുന്നതിന് പകരം അല്ലാത്ത ജോലി എടുക്കാനും വേണ്ടി അതൊരു ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാലാകാലം കാത്തു നിൽക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറണം. പിന്നെ നമ്മൾ റീതിങ്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളെ മാർക്കറ്റ്, നമ്മളുടെ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി സിസ്റ്റംസ്, മാർക്കറ്റ് സിസ്റ്റംസും ഇൻഡസ്ട്രീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് റീതിങ്ക് ചെയ്യണം. അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണ്, ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള റീതിങ്ക് ചെയ്യണം. ഇതിനൊക്കെ പറ്റുന്നൊരു സമയമാണിത്. ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് സെൻറ്റിമെൻറ്റ്സ് ഇൻ എക്കോണമി, അതായത് ഇമോഷൻസും ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സും ഒക്കെ. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വിശ്വാസ്യത ഇല്ലാത്ത മാതിരി, ട്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പം ഈ ജോബ്സിൻ്റെ കാര്യം പറയുമ്പോൾ വാട്ട് രഘുറാം രാജൻ സേസ് ഇസ്, ഈ CMIൻ്റെ അത് പ്രകാരം 100 മില്യൺ നമ്പേഴ്സ് പറയാം. CMIൻ്റെ 100 മില്യൺ ആൾക്കാർ ജോബ്ലെസ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട് ഈ ഒരു കോവിഡ് കാരണം കൊണ്ട്. അതിൽ 50 മില്യൺ ഗോട്ട് ഔട്ട് ഓഫ് ജോബ് ആൻഡ് 50 മില്യൺ ബിക്കെയിം അൺഎംപ്ലോയ്മെന്റ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ, ആൻഡ് ദിസ് ഇസ് ഓൾ നമ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല. പക്ഷെ നമുക്ക് വേറെ നമ്പറൊന്നും ഇല്ല ടു സേ എന്താണെന്നില്ല. അപ്പോൾ കോവിഡ് കാരണം കൊണ്ട് ധാരാളം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയും പ്രശ്നങ്ങളുണ്ട്. ആ നമ്പേഴ്സ് വളരെ നല്ലതല്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഒരു ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യണം ആൾക്കാർ തമ്മിലുള്ള അതുകൊണ്ടാണ് ഈ ആദ്യം പറഞ്ഞ റീഓപ്പണിങ്ങിൻ്റെ കാര്യത്തിൽ മൂപ്പര് പറഞ്ഞൊരു സംഭവം, അതായത് ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നമ്മളിപ്പം റീഓപ്പൺ ചെയ്തിട്ട് വീണ്ടും പഴയതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഫാക്ടറിൽ ഭയങ്കര പ്രശ്നം വരും. പിന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാവും. അതേപോലെ തന്നെയാണ് ഈ ജോലിൻ്റെ കാര്യത്തിലും. എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ട് ജോലി കൂടാനും ആൾക്കാർക്ക് ജോലി ഉണ്ടാവാനും എക്കണോമി മെച്ചപ്പെടാനുള്ള എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ US-ലും യൂറോപ്പിലും നടക്കുന്ന സംഭവങ്ങളെ അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി ബേസ് ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഗ്രൗണ്ട് റിയാലിറ്റി ആണോ വേറെ വല്ല റിയാലിറ്റി ആണോ എന്ന് രഘുറാം രാജൻ തിരിച്ച് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പീനിയനിൽ ഈ ഇനിക്വാലിറ്റി എന്നുള്ളൊരു പ്രശ്നം, ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം, ഇനിക്വാലിറ്റി എന്നുള്ളത് സ്കെയില് ഭയങ്കര ഹൈ ആണെന്നാണ് ഇന്ത്യയുടെ സ്കെയില് കമ്പയർഡ് ടു യൂറോപ്പ് ഓർ അമേരിക്ക. അത് ഫൈനാൻഷ്യൽ സ്കെയിലിൽ ഉണ്ടാവുന്ന ഇത് അല്ല, കൂടാതെ നമ്മളെ കാസ്റ്റ്, സോഷ്യൽ സ്ട്രക്ചർ, ഇതിലൊക്കെ ഉള്ള ഇന്നിക്വാലിറ്റി നമ്മളെ റിയാലിറ്റിയെ വളരെയേറെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും ലാംഗ്വേജിൻ്റെ കാര്യത്തിലും കൾച്ചറിൻ്റെ സ്ട്രക്ചറിൻ്റെയും കാര്യത്തിലൊക്കെ സംസ്ഥാന ലെവലിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും വേറൊരു സംസ്ഥാനങ്ങൾ, സൗത്തും നോർത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഗവേണിംഗ്, കൺട്രോൾഡ് ഗവേണിംഗ് എന്നുള്ള സാധനം ഇന്ത്യക്ക് ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സൊല്യൂഷൻ വർക്കബിൾ ആവില്ല. ഡീസെൻട്രലൈസേഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു യൂണിഫോം ആയിട്ടൊരു സാധനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ഇന്ത്യയുടെ കാര്യത്തിൽ. അപ്പം നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻസും the solutions that we come up with should be in a very decentralized fashion എന്നുള്ളതാണ്. And that's a very important thing, that element of decentralization that is needed to probably bring the economy forward. മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഫൈനൽ ചോദ്യം, ഇന്ത്യയിലൊരു എലീറ്റ് ആൾക്കാരുടെ ഇന്ത്യ എന്നും അല്ലാത്തവരുടെ ഇന്ത്യ എന്നുള്ള 2 ഇന്ത്യ എന്നുള്ള രീതിയിൽ ആവുകയും എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരിക? ഇപ്പോൾ കോവിഡ് കാലത്തും ഒരു പണക്കാരന് എങ്ങനെ സർവീസ് കിട്ടുന്നു, ഒരു പാവപ്പെട്ടവന് എങ്ങനെ സർവീസ് കിട്ടുന്നു എന്നുള്ള കാര്യത്തിലൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതായിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് നിങ്ങളൊരു കോവിഡ് രോഗിയാണെങ്കിൽ നിങ്ങളൊരു കോവിഡ് രോഗിയാണ്, യു വിൽ ബി ടേക്കൺ കെയർ ഓഫ് എന്നുള്ള രീതിയിലാണ്
അപ്പം നമ്മൾ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ കാര്യം എല്ലാ കാര്യവും സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ മോഡലിൽ കുറേ ഗുണങ്ങളായിട്ടുള്ള കണ്ടമാനം കാര്യങ്ങളുണ്ട്. അത് ഈവൻ രാഹുൽ ഗാന്ധിനെ പോലെ ഒരാൾ അംഗീകരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണുക, മൈഗ്രൻ്റ് വർക്കേഴ്സിനെയും പൈസ ഉള്ളവനെയും പൈസ ഇല്ലാത്തവനെയും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു മോഡലാണ് കേരളത്തിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. പ്രശ്നമില്ല, ആംബുലൻസ് സമയത്തിന് എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ആങ്കർമാർ ഒച്ചയും മുളിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം. എന്താണ് അവിടെ ഇഷ്യൂ എന്ന് അറിയാണ്ട് വേളം വയ്ക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി പൊട്ടിക്കാൻ ഒരു ബലൂണെങ്കിലും കിട്ടും ചോദിച്ച് മുട്ടസൂചിയായി നടക്കുന്ന ആൾക്കാർ. അപ്പം എങ്ങനെയാണ് അപ്പം ഉപ്പര് കാണുന്നതിൽ ഇന്ത്യയിൽ കുറേ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഉപ്പര് ചോദിക്കണേ. അപ്പോൾ ഇവരെ കൊണ്ടുവരും എങ്ങനെയാണ് ഒരുമിച്ചത്? കേരളത്തിലൊന്നുമില്ലെങ്കിലും ജനറലി ഇന്നിക്വാലിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ കോവിഡ് വന്ന കാലത്ത് ഒരു ഇക്വാലിറ്റി, അതിൻ്റെ സർവീസസ് റെൻഡർ ചെയ്യുന്ന, സർവീസസ് ഡെലിവർ ചെയ്യുന്നതിൽ ഉള്ളൊരു ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് പാൻഡമിക്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ആൻഡ് അതിന് രഘുരാം രാജൻ ദാറ്റ് വാസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇവർ പറഞ്ഞു ആ ഒരു പിരമിഡിൻ്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട്, ഹെൽത്ത് കെയർ കൊണ്ട് ഒക്കെ ആ ബോട്ടം ലൈൻ. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. എക്കോണമി ബൂസ്റ്റ് ചെയ്തിട്ട് ജോലി കൊണ്ടുവരിക, ആൾക്കാർക്ക് ആ ജോലിയിൽ നന്നായിട്ട് നല്ല വേജസോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ ആവശ്യം. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ എൻഡപ്പ് ചെയ്യുന്നത്. മൂപ്പര് പറയുന്നുണ്ട് ഇപ്പം എന്താണ് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം എങ്ങനെയാണ് ഗ്രോ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഔട്ട്സോഴ്സിങ്ങും സോഫ്റ്റ്വെയറിലൊക്കെ ഇന്ത്യ വലിയൊരു ഫോഴ്സ് ആവും എന്നുള്ളത് മുമ്പ് ആരെയും ആലോചിച്ചിട്ടുണ്ടോ? ഒരു തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട് എന്നുള്ളത് തന്നെ ഗവൺമെൻറ്റിന് അറിയാത്തത് കൊണ്ടാണ് ആ ഇൻഡസ്ട്രി ഒക്കെ നന്നായി പോയത്. അതായത് ആ ഒരു തോട്ട് പ്രോസസ്, ഇപ്പോൾ തമാശയുടെ പറഞ്ഞാണെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് ഇന്ത്യക്ക് ഇന്ന് ചിലപ്പോൾ നമ്മളൊന്നും നമ്മളൊന്നും ഫുൾഫിൽ ചെയ്യാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഈ ഒരു കാലഘട്ടം കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാക്കുക. ചിലപ്പം കേരളത്തിൽ അതേമാതിരിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രൈസിസ് മാനേജ്മെൻറ്റിലും അതേപോലെ നമുക്ക് ഹെൽത്ത് കെയറിലും ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു USP, യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അതാവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പം പ്രോബ്ലി അതിൽ വേണ്ടിയിട്ട് നമ്മൾ കേരളം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഇന്ത്യക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോൺവെർസേഷനാണ്. ആൻഡ് ദാറ്റ് കോൺവെർസേഷൻ വാസ് വെരി വെരി ഗുഡ്, വെരി എനർജറ്റിക് ആൻഡ് മൊത്തം പോസിറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധി വളരെ പ്രസക്തമായ രാഷ്ട്രീയ നേതാവാണ്. കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ ഒരു നേതാവാണ്. ബാക്കിയൊക്കെ കോൺഗ്രസ്സുകാരുടെ കാര്യമാണ് കേട്ടോ. കോൺഗ്രസിൻ്റെ മൂപ്പരാണോ പ്രധാനമന്ത്രി, മൂപ്പരെന്താണെന്നില്ല എനിക്ക് അമ്മാതിരി ഇതൊന്നുമില്ല. പക്ഷേ പ്രസക്തമാണ് രാഷ്ട്രീയത്തിൽ. ഈ BJPക്കാരൊക്കെ പറയണവരെ അപ്രസക്തമാക്കി കളയാൻ പറ്റില്ല രാഹുൽ ഗാന്ധിനെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇടയ്ക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സമയത്ത് അറിയാണ്ട് രാജീവ് ഗാന്ധി എന്നും പറഞ്ഞുണ്ട്. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, അത് അങ്ങനെയല്ല നിങ്ങൾ രാഹുൽ ഗാന്ധിനെ കാണേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. നമുക്ക് ഒരേ പേരും ഒക്കെ ആവുന്ന സമയത്ത്, ഒരേപോലെ ആവുന്ന സമയത്ത്, ഇപ്പോൾ ഋഷി കപൂർ എന്ന് പറയുമ്പോൾ രാജ് കപൂർ എന്ന് പറയണേ, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇറ്റ്സ് റെലവൻറ്റ്. ഇപ്പം ഇത്രയൊക്കെ കഴിയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ, അതായത് രാഹുൽ ഗാന്ധി സംസാരിച്ചു കളിയാക്കലും ട്രോളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കില്ലേ വേറെ കേന്ദ്രത്തിലുള്ള ആൾക്കാരെ കൊണ്ട് രഘുരാം രാജനായിട്ടൊരു സംഭാഷണം നടത്തട്ടെ. നരേന്ദ്രമോദി വേണ്ട. കാരണം എന്താ വെച്ചാൽ മുപ്പരെ ഇൻ്റർവ്യൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്ഷയ് കുമാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ വേണമല്ലോ ഇൻ്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ അത് പറ്റൂല. കാരണം അക്ഷയ് കുമാറിന് ആ ലെവലിലൊന്നും എത്തിയിട്ടില്ല രഘുരാം രാജ്. അപ്പോൾ മൂപ്പരായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അമിത്ഷാ അല്ലേ, 2-3 മാസമായില്ലോ മൂപ്പരെ, അതൊരു വിവരമില്ലല്ലോ. ഒരു ഐഡിയ ഇല്ലല്ലോ എവിടെ പോയിന്ന്. മൂപ്പർക്ക് ഒരു ഇൻ്റർവ്യൂ ആയിക്കൂടെ നമ്മളെ രഘുരാം രാജായിട്ട്? അതെന്താ പറ്റൂലേ? മൂപ്പര് ഇന്ത്യ പറയുന്നുണ്ടല്ലോ. ഇംഗ്ലീഷിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അതല്ലേ ഇവിടെ നിർമ്മല സീതാരാമൻ ഉണ്ടല്ലോ, ഓൽക്കല്ല ഐഡിയ അല്ലേ ഇതിനെ പറ്റിയിട്ട്. ഓൽക്കൊന്ന് രഘുരാം രാജനായിട്ടൊരു 1-on-1 സംസാരം നടത്തിക്കൂടെ? അല്ല, ഇതൊക്കെ ആൾക്കാരുണ്ടല്ലോ. അല്ല, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയുടെ മെക്കിട്ട് കയറി അതൊക്കെ തള്ളിക്കളയേണ്ട സമയമായിട്ട്. ഇമാരും മെക്കിട്ട് കയറിയിട്ടും കാര്യമില്ല. എത്ര കാലത്ത് നിങ്ങൾ ഒരാളുടെ പിന്നാലെ പോവുക?
പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടാവുമ്പോഴും അയാൾ മുന്നോട്ട് വന്ന് ഇങ്ങനത്തെ ഒരു ലൈവ് ഡിസ്കഷൻ ഉണ്ടായി. അതിൽ നിന്ന് ഈ ട്രോൾ ചെയ്തുകൊണ്ട് ആൾക്കാർ ട്രോൾ ചെയ്തുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ വർത്തുവയിലാണെങ്കിൽ ഞാൻ അഭിജിത്ത് ബാനർജി ആയിട്ടുള്ള സംസാരം കൂടെ നോക്കിയിട്ട് നമ്മളെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പം എന്തായാലും നിങ്ങൾ അതൊന്ന് കാണണം. രാഹുൽ ഗാന്ധി ചെയ്യുന്ന ലൈവുകൾ എനിക്ക് തോന്നുന്നു നമ്മളത് കാണേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ചെയ്യുക, ആൾക്കാർക്ക് എന്ത് കണ്ടാലും ട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാണ്ട് വേറെ യാതൊരു പണിയില്ല. എന്നാൽ പിന്നെ